നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. സിങ്കോപ്പ് അല്ലെങ്കിൽ ബോധക്ഷയം എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിങ്കോപ്പ് പല കാരണങ്ങളാലാകാം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിൽ ഏറ്റവും സാധാരണമായ സിങ്കോപ്പാണ് വാസോവേഗൽ സിങ്കോപ്പ്. നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ശ്രദ്ധയോ ഇൻവോൾവ്മെൻറ്റോ ഇല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ്. ഉദാഹരണത്തിന് ശ്വാസം വലിക്കുക, ഹൃദയം മിടിക്കുക, ഭക്ഷണം ദഹിപ്പിക്കുക, ഇതൊന്നും നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അതിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാനും ഭക്ഷണം ദഹിപ്പിക്കാനും ശാന്തമായിരിക്കാനും ശരീരത്തിനെ സഹായിക്കുന്ന പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് വേഗസ് നെർവ്. അപ്പോൾ ഈ വേഗസ് നെർവിൻ്റെ പ്രവർത്തനം വന്നാൽ നമ്മൾ ശാന്തരാകും, ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയും, ഭക്ഷണം ദഹിപ്പിക്കാൻ തുടങ്ങും, ശ്വാസം മന്ദഗതിയിലാകും. ചിലപ്പോഴൊക്കെ ഈ വേഗസ് നെർവിൻ്റെ പ്രവർത്തനം കൂടുതലായി സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഹൃദയത്തിൻ്റെ മിടിപ്പ് വളരെ കുറയും, ശ്വാസം എടുക്കുന്നത് വളരെ കുറയും. ഇങ്ങനെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുമ്പോൾ ബോധക്ഷയം സംഭവിക്കാം. കാര്യം ഹൃദയം താഴെയും തലച്ചോറ് മുകളിലുമാണ്. ആവശ്യത്തിന് മിടിപ്പില്ല എങ്കിൽ, ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തയോട്ടം എത്തുന്നില്ല എങ്കിൽ ഒരാൾക്ക് ബോധം നഷ്ടപ്പെടാം. ഏത് സാഹചര്യത്തിലാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്? എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ, അതിശക്തമായ വേദന വന്നാൽ, അനങ്ങാതെ ഒരു സ്ഥലത്ത് നമ്മൾ അസംബ്ലിയിലൊക്കെ കുട്ടികൾ നിൽക്കുന്ന പോലെ നിൽക്കുമ്പോൾ, ഈ സാഹചര്യങ്ങളിലെല്ലാം ഈ വേഗസ് നെർവിൻ്റെ ആക്ടിവിറ്റി കൂടുകയും ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് കുറയുകയും ചെയ്യാം. സാധാരണ ബോധക്ഷയം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് വാർണിംഗ് സൈൻസ് എല്ലാം കിട്ടും. എന്തൊക്കെയാണവ? കണ്ണിലേക്ക് ഇരുട്ട് കയറുക, വേർക്കാൻ തുടങ്ങുക, ചെവിയിൽ ചിലപ്പോഴൊക്കെ മൂളൽ പോലെ അനുഭവപ്പെടുക. ഈ പറയുന്ന ആ വാർണിംഗ് സൈൻസിനെയാണ് പ്രീ സിങ്കോപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാൽ ഈ വാർണിംഗ് സൈൻസ് കിട്ടുമ്പോൾ ഉചിതമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്താൽ ബോധം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. ഇനി സിങ്കോപ്പ്, വാസോവേഗൽ സിങ്കോപ്പ് ഉണ്ടാകുന്നതിനെ എങ്ങനെ മറികടക്കാം? അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരിലാണിത് കൂടുതലുണ്ടാവുക എന്നാണ്. പെൺകുട്ടികളിലാണ് വാസോവേഗൽ സിങ്കോപ്പ് കൂടുതൽ. പിന്നെ പ്രായമേറിയ ആൾക്കാരിൽ, ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുള്ള ആൾക്കാരിൽ ഇത് കൂടുതലായി ഉണ്ടാകാം. സിങ്കോപ്പ് കൂടുതലുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി ചൂടുള്ള കാലാവസ്ഥ, അനങ്ങാതെ എവിടെയെങ്കിലും നിൽക്കുക. നിങ്ങളൊരു സിനിമ കാണാൻ പോയി, അല്ലെങ്കിൽ ഒരു ഷോ കാണാൻ പോയി, അല്ലെങ്കിൽ അസംബ്ലിയിൽ നിൽക്കുക, അനങ്ങാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാലൊന്ന് അനക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയാണ് എങ്കിൽ അത് രക്തയോട്ടം പുനഃസ്ഥാപിക്കപ്പെടുകയും BP താന്നു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. പിന്നെ മനസാന്നിധ്യം കൈവരിക്കുക. ചിലർക്കൊക്കെ ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും കണ്ടെന്ന് പെട്ടെന്ന് പേടിച്ച് കഴിയുമ്പോഴത്തേക്കും ബോധം നഷ്ടപ്പെടും. അപ്പോൾ ശാന്തമായ ആ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത്, ഉദാഹരണത്തിന് പ്രത്യേകിച്ച് അരിയാഹാരമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് രക്തയോട്ടം കൂടുതലും നമ്മുടെ വയറിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ബോധക്കേട് വരാനുള്ള അപകട സാധ്യത കൂടുതലാണ്. പിന്നെ ചില മരുന്നുകളും ഈ വാസോവേഗൽ സിങ്കോപ്പിനൊക്കെയുള്ള റിസ്ക് കൂട്ടും. പ്രഷറിന് വേണ്ടി കഴിക്കുന്ന ഡയൂററ്റിക് വിഭാഗം മരുന്നുകൾ, ഉദാഹരണത്തിന് മിക്ക ആൾക്കാരും കഴിക്കുന്ന ചില മരുന്നുകളുടെ പേര് പറയാം. ലാസിക്സ്, ഡൈറ്റോർ. പിന്നെ പുരുഷന്മാരിലൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കഴിക്കുന്ന ടാംസിലോസിൻ എന്ന് പറയുന്ന ചില മരുന്നുകളുമൊക്കെ ഈ പറയുന്ന സിങ്കോപ്പിനുള്ള അപകട സാധ്യത കൂട്ടുന്ന മരുന്നുകളാണ്. നിങ്ങൾക്ക് ബോധക്ഷയം സംഭവിക്കാൻ പോകുന്നു എന്ന് ഈ ഒരു സാഹചര്യത്തിൽ അനുഭവപ്പെട്ടു എന്ന് വെക്കുക. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കാനോ കഴിയുന്നതോ കിടക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം ഹൃദയത്തിൻ്റെ ലെവലിലേക്ക് തലച്ചോറ് വരുന്നതോടെ രക്തയോട്ടം പ്രോപ്പറാവുകയും ബോധം നഷ്ടപ്പെടുന്നതിനുള്ള അപകട സാധ്യത കുറയുകയും ചെയ്യും.
പിന്നെ ഈ കൗണ്ടർ മെഷേഴ്സ്, പോസ്ചറൽ കൗണ്ടർ മെഷേഴ്സ് ചിലത് ചെയ്താൽ നന്നായിരിക്കും. ഉദാഹരണത്തിന് കൈ ഇറുക്കി പിടിക്കുക, ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഇറുക്കി പിടിച്ച് വിടുകയും ഇത് വീണ്ടും വീണ്ടും ചെയ്യുക. 2, നമ്മുടെ വയറ് ഉള്ളിലേക്ക് വലിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടും തലകറക്കം തോന്നുന്നുവെങ്കിൽ തല മുമ്പോട്ടേക്ക് കുനിച്ച് കാലിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പിന്നെ വയറിൻ്റെ മസിലുകൾ ടൈറ്റാക്കുക, വയറ് ഉള്ളിലേക്ക് വലിക്കുക. സ്ക്വാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലത്ത് കുത്തിയിരിക്കുക. ഇതെല്ലാം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനും ബോധക്ഷയം ഒഴിവാക്കാനും സഹായിക്കും. സിങ്കോപ്പ് വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന ആൾക്കാർ വെള്ളം കൂടുതൽ കുടിക്കുക, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. രാവിലെ 1 ലിറ്റർ വെള്ളം കുടിച്ചു, വൈകിട്ട് 1 ലിറ്റർ വെള്ളം കുടിച്ചു, അങ്ങനെയല്ല. ഒരു 2 മണിക്കൂർ ഇടവേളയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇത്തിരി ഭക്ഷണത്തിലും വെള്ളത്തിലും ഉപ്പ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് പ്രഷറോ കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപ്പ് കൂടുതൽ കഴിക്കാൻ പാടില്ല കേട്ടോ, അത് വേറെ ദോഷഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ച് വേണമെങ്കിൽ ഒരു ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടൂ. അപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുക, ഉപ്പിൻ്റെ അംശം ഭക്ഷണത്തിൽ ഇത്തിരി കൂട്ടുക, ഇതെല്ലാം ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഇതൊന്നും കൊണ്ട് എന്ന് വെച്ചാൽ ജീവിത രീതിയിലുള്ള വ്യത്യാസം, പോസ്ചറൽ കൗണ്ടർ മെഷേഴ്സ്, വെള്ളം കൂടുതൽ കുടിക്കുക, ഉപ്പ് കൂടുതലെടുക്കുക, ഇതെല്ലാം ചെയ്തിട്ടും ബോധക്കേട് വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ചില മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാൻ ഒരു ECG, ഹാർട്ടിൻ്റെ പമ്പിങ് എങ്ങനെയെന്ന് നോക്കാനായിട്ട് ഹാർട്ടിൻ്റെ ഒരു എക്കോ ഒക്കെ ചെയ്യണം. പിന്നെ സിങ്കോപ്പിനുള്ള സാധ്യത കൂട്ടുന്ന കാര്യങ്ങൾ, രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ, സോഡിയത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അവർക്ക് സിങ്കോപ്പ് പെട്ടെന്നുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ശരിയാക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. ഫ്ലൂഡ്രോകോർട്ടിസോൺ, മിഡോഡ്രിൻ എന്നൊക്കെയുള്ള ചില മരുന്നുകൾ ചില സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും സിങ്കോപ്പ് ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വേഗസ് നെർവ് എന്ന് പറയുന്ന ഞരമ്പിൻ്റെ പ്രവർത്തനം വരുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുമ്പോഴാണ് നമുക്ക് ബോധക്കേടുണ്ടാകുന്നത്. ചില ആൾക്കാരിലൊക്കെ ഈ മിടിപ്പ് കുറഞ്ഞ് ഹൃദയത്തിൻ്റെ മിടിപ്പ് തന്നെ ഇല്ലാതെ എസിസ്റ്റോളി എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായേക്കാം. അത് സംശയിക്കുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഹാർട്ടിൻ്റെ ബീറ്റ് എങ്ങനെ നീണ്ട കാലത്തേക്ക് എന്ന് മനസ്സിലാക്കാൻ ലൂപ്പ് റെക്കോർഡർ എന്നൊക്കെ പറയുന്ന സ്കിന്നിൻ്റെ താഴെ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു റെക്കോർഡറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം ചില രോഗികളിലൊക്കെ വാസോവേഗൽ അറ്റാക്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പേസ് മേക്കർ വരെ വേണ്ടി വരാറുണ്ട്. മിക്ക ആൾക്കാർക്കും ഇത്രയും അപകടമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുറച്ച് ശ്രദ്ധിച്ചാൽ വാസോവേഗൽ സിങ്കോപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. നന്ദി.